നമ്മുടെ രാജ്യത്തെ കുറെ മനുഷ്യര് ഇപ്പോഴും വളരെ നിഷ്കളങ്കരാണ്. എന്ന് വെച്ചാൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയോ അല്ലെങ്കിൽ യാതൊരു ബോധമോ ഇല്ലാതെയാണ് ഇവരെപ്പോഴും റിയാക്ട് ചെയ്യുന്നത്. നിഷ്കളങ്കരായ പലരും കരുതുന്നത് മോദി സർക്കാർ പാർട്ടി പാർട്ടിക്കാരെ വിളിച്ച് ചർച്ച നടത്തിയിരുന്നുവെങ്കിൽ സമരം ഇത്ര രൂക്ഷമാകുമായിരുന്നില്ല എന്നാണ്. അങ്ങനെയല്ല. കാരണം ഈ സമരത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മോദി സർക്കാരിന് നന്നായിട്ട് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സമരം ഇവിടെ തുടങ്ങിയത് അല്ലെങ്കിൽ CJP എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് തുടങ്ങിയത് ഈ നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ആരുമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയിൽ കിടന്ന ഒരു മനുഷ്യനാണ്. അയാൾ നീറ്റ് പരീക്ഷ എഴുതിയ ആളോ പരീക്ഷയിൽ റിസൾട്ട് വന്നിട്ട് റാങ്ക് ലിസ്റ്റ് പേര് വന്നിട്ട് ഒടുവിൽ അത് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നഷ്ടം സംഭവിച്ച ആളോ അല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇയാൾ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് തുടങ്ങിയ ഒരു പേജാണ്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഒരു കോടതിയിലെ ജഡ്ജിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. ഒരു ജഡ്ജാണ് പറയുന്നത് പാറ്റകളെ പോലെ എന്നൊരു സ്റ്റേറ്റ്മെന്റ്. ആ ജഡ്ജ് പറഞ്ഞതിനെ പിടിച്ചുകൊണ്ട് ഇവരൊരു മൂവ്മെന്റ് ഉണ്ടാക്കുന്നു. ആ ജഡ്ജിനെ പിന്നെ അവർ ഇവിടെയാണ്. ഇത് പറഞ്ഞ ആളെ കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും പറയുന്നത് കേൾക്കുന്നുണ്ടോ? കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ ജഡ്ജിയെ കുറിച്ച് ഇവിടെ ആരും പറയുന്നില്ല. ഇത് നൈസായിട്ട് ഒരു കാരണം വേണമായിരുന്നു ഇവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് ആ ജഡ്ജിന്റെ വായിന്ന് കിട്ടി. ഇവർ അതിൽ കയറി പിടിച്ചു. കോക്രോച്ച് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കുന്നു. അത് നൈസിനെ മോദി സർക്കാരിന്റെ മേലെ തിരിച്ചുവിടാണ് പിന്നീട് ചെയ്യുന്നത്. പിന്നെ ഇവർ ഡിമാൻഡുകൾ വെക്കാൻ തുടങ്ങി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, പിന്നെ ഇടയ്ക്ക് മോദി രാജിവെക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നീട് അവർ തീരുമാനിക്കുകയാണ് ഇത്ര രൂപ നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കണം. അതായത് യാതൊരു ജനാധിപത്യ ബോധവും ഇല്ലാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ നാട്ടില് ഈ ക്ലബ്ബുകളിലെ പിള്ളേര് വിചാരിച്ചാൽ ഒരു 10-250 പേരെ സംഘടിപ്പിക്കാൻ പറ്റില്ലേ? ഇല്ലേ? പറ്റില്ലേ? അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചെറിയ പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ വിചാരിച്ചാൽ ഒരു 10,000-2,000 പേരൊക്കെ സംഘടിപ്പിക്കാൻ പറ്റില്ലേ? തരക്കേടില്ലാത്തൊരു MLA ഒക്കെ ഉള്ള ഒരു പാർട്ടി വിചാരിച്ചാൽ പോലെ ഒരു 50,000 പേരൊക്കെ ചിലപ്പോൾ സംഘടിപ്പിക്കാൻ പറ്റും. ഒരു 2-3 MLA ഉള്ള ഒരു പാർട്ടി വിചാരിച്ചാൽ ഒരു 1.5 ലക്ഷം പേരൊക്കെ സംഘടിപ്പിക്കാൻ പറ്റും. ഇത്രയും ആളുകൾ റോഡിൽ ഇറങ്ങി നിൽക്കുന്നു എന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഡൽഹിയിൽ ഇപ്പൊ കണ്ടതിനേക്കാൾ ഭീകരമായിരിക്കും ആ ദൃശ്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആൾക്കൂട്ടം കണ്ടുകൊണ്ട് ആരും അന്തം വിടരുത്. ഇന്ത്യയിലെ പോപ്പുലേഷൻ 145 കോടിയാണ്. അതില് 5 കോടിയോ 10 കോടിയോ 20 കോടിയോ ഈ രാജ്യത്തെ തെരുവുകളിൽ ഇറങ്ങി സമരം ചെയ്താൽ പോലും മെജോറിറ്റി ആവുന്നില്ല. കാരണം 145 കോടിയാണ് ഈ രാജ്യത്തിന്റെ പോപ്പുലേഷൻ. അപ്പോൾ നമ്മൾ ഈ 3, 4, 7 പേരെ കണ്ടുകൊണ്ട് നമ്മൾ ഇതാണ് ഇന്ത്യ എന്നൊന്നും വിലയിരുത്തരുത്. അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ഭരിക്കുന്ന പാർട്ടിക്കെതിരെയാണെന്ന് വിലയിരുത്തരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ടി വരും. കാരണം പാർട്ടി ഇറങ്ങിയിട്ട് നേപ്പാൾ മോഡൽ ഒരു അട്ടിമറി നടത്തുമെന്നൊന്നും ആരും വിചാരിച്ചേക്കരുത്. ശ്രീലങ്ക മോഡൽ. കാരണം ഇന്ത്യ അങ്ങനെ അല്ല. ഇന്ത്യ ഡിഫറന്റ് ആണ്. ഇന്ത്യയിൽ അങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ നടക്കും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ഞാൻ ഇന്നലത്തെ പ്രമുഖ ചില മാധ്യമങ്ങളിലെ ചർച്ചകളൊക്കെ കണ്ടു. അവർ ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. മാധ്യമ പ്രവർത്തകർ, അവതാരകർ വന്നിട്ട് ചർച്ചയിലിരിക്കുന്ന പ്രതിപക്ഷത്തെ നേതാക്കൾക്കൊക്കെ ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ നേപ്പാളിൽ എന്ത് നടന്നു എന്ന് കണ്ടില്ലേ? ശ്രീലങ്കയിൽ എന്ത് നടന്നു എന്ന് കണ്ടില്ലേ? അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു. അന്ന് അണ്ണാ ഹസാരയുടെ സമരത്തിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് NDAക്ക് അധികാരത്തിൽ വരാൻ പറ്റിയത്. ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ മിസ്സായി പോയില്ലേ? അതായത് നമ്മുടെ സോനം സാറിനെ അടുത്ത അണ്ണാ ഹസാരയാക്കിയാണ്. അണ്ണാ ഹസാരയുടെ സമരത്തിന് കൃത്യമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ കുറച്ചും കൂടി ജെന്യൂൻ ആയിരുന്നു. ഈ സോനം സാർ അങ്ങനല്ല. അതാണ് ഇതിനകത്ത് വേറൊരു കുഴപ്പം. സോനം സാർ അടുത്ത ഗാന്ധിയായിട്ടൊക്കെ അഭിനയിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വർക്കാവില്ല. കാരണം ഇവരുടെയൊക്കെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട്. ബംഗ്ലാദേശിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും നേപ്പാളിൽ നിന്നുമൊക്കെ നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അത് പഠിച്ചവരാണ് ഈ രാജ്യത്തെ മെജോറിറ്റി. ഈ രാജ്യത്തെ രാഷ്ട്രീയ നീക്കങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും വിചാരിക്കുന്നത് പാർട്ടിക്കാരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചാൽ തീരുന്നതാണ് എന്നാണ്. അങ്ങനെയൊന്നും അല്ല. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചാൽ പിന്നെ അവരടുത്ത ഡിമാൻഡുമായി വരും. അത് കഴിഞ്ഞ് അവരടുത്ത ഡിമാൻഡുമായി വരും. അപ്പൊ ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ളതല്ലാതെ ഇങ്ങനെ കുറെ ആൾക്കൂട്ടം ഡിമാൻഡ് ചെയ്യുന്നത് നടപ്പിലാക്കേണ്ട ഒരു സാഹചര്യം അല്ല ഇന്ത്യയിലേത്. ഇന്ത്യയിലൊരു സിസ്റ്റം ഉണ്ട്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ജനാധിപത്യത്തിൽ അവരെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. നമ്മുടെ MLA ആരാവണം, MP ആരാവണം, വാർഡ് മെമ്പർ ആരാവണം, പഞ്ചായത്ത് പ്രസിഡന്റ് ആരാവണം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാവണം, ഇതെല്ലാം നമുക്ക് തീരുമാനിക്കാം. ഒരു തവണ നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭരണപരമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നമ്മൾ തെരഞ്ഞെടുത്ത ആൾക്കാരാണ്. അല്ലാതെ MLA മന്ത്രിയും എല്ലാ ദിവസവും ഓരോ ആളുകളെടുത്തും വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നത് പ്രായോഗികമല്ല. അപ്പൊ അവർക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും അവരെപ്പോഴും ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് രാജ്യത്തിനും നമുക്കും ഗുണമുള്ള കാര്യങ്ങൾ അവർ ശരിയായി ചെയ്യുമെന്ന് കരുതിയാണല്ലോ നമ്മൾ അവരെ തെരഞ്ഞെടുക്കുന്നത്. അവരെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഈ ഒരു നാട്ടിലുള്ള എല്ലാ ആളുകളും വോട്ട് ചെയ്തിട്ടല്ല അവരെ തെരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഒരു MP ജയിക്കുന്നത് നാട്ടിലെ എല്ലാവരുടെ വോട്ട് നേടിയിട്ടല്ലല്ലോ. മെജോറിറ്റി വോട്ട് കിട്ടിയത് കൊണ്ടാണ് ഒരാൾ ജയിക്കുന്നത്. അതിനർത്ഥം ഒരാൾക്ക് ഒരു 50,000 വോട്ട് കിട്ടി, മറ്റേ ആളിന് 50,001 വോട്ട് കിട്ടിയാൽ ആ ഒരു വോട്ട് കൂടുതൽ കിട്ടിയ ആളായിരിക്കും എന്ത് ചെയ്യുന്നത്? ജയിക്കുന്നത്.
പക്ഷെ ആ ഒരു വോട്ട് കൂടുതൽ കിട്ടി ജയിക്കുന്ന ആൾ MP-യോ MLO ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മന്ത്രി ആയി കഴിഞ്ഞാൽ അയാൾ എടുക്കുന്ന തീരുമാനങ്ങളെ അയാളെ എതിർത്ത് വോട്ട് ചെയ്ത 50,000 ആളുകളും അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത്. അല്ലാതെ ഈ 50,000 പേര് എന്നും സമരം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ഇതാണ് ഈ രാജ്യത്ത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യപരമായിട്ട് ഒരു ഗവൺമെന്റിനെ പുറത്താക്കാൻ കഴിയില്ല എന്ന് കാണുമ്പോൾ അടുത്തത് പിന്നെ കയ്യൂക്കിന്റെ ബലത്തിൽ പുറത്താക്കാൻ കഴിയുമോ എന്നൊരു ശ്രമമാണ്. അതിന് പാറ്റകളെയും പല്ലുകളെയും പഴുതാരകളെയും ഒക്കെ രംഗത്തിറക്കിക്കൊണ്ടുള്ള ഒരു ഗെയിം പ്ലാനാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനകത്ത് ആത്മാർത്ഥത എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇവിടെ കുറെ ആളുകളുടെ ആത്മരോഷമൊക്കെ ഒഴുകുന്നത് നമുക്ക് പല കമന്റ് ബോക്സുകളിലും കാണാം. വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചൊക്കെ. നമ്മുടെ കേരളത്തിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടില്ലേ? സ്കൂൾ കുട്ടികൾ പോലും പല കാരണങ്ങൾ കൊണ്ട് ഈ സമീപകാലത്ത് വാർത്തകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആത്മഹത്യ ചെയ്തത്. സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ കുഴപ്പം കൊണ്ട്, അതുപോലെ തന്നെ ചിലപ്പോൾ ഈ മറ്റു കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായ മോശ അനുഭവങ്ങൾ കൊണ്ട്, അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ മോശ അനുഭവങ്ങൾ കൊണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടില്ലേ? ആ സ്കൂളുകളെല്ലാം അടച്ചുപൂട്ടിയോ? ആ സ്കൂളിലെ പ്രിൻസിപ്പളും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ രാജിവെച്ച് പോയോ? നമ്മുടെ നാട്ടിൽ PSCയിൽ നിയമനം കിട്ടാതെ, റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് ജോലി കിട്ടാതെ യുവാക്കൾ എന്തുമാത്രം സമരം ചെയ്തു, തെരുവിൽ കിടന്ന് അടി കൊണ്ടു, എന്തുമാത്രം അവരനുഭവിച്ചു. അവരെ കുറിച്ച് ആർക്കെങ്കിലും ചിന്തയുണ്ടോ? ആത്മഹത്യ ചെയ്തിട്ടുള്ള തൊഴിൽ രഹിതരായിട്ടുള്ള യുവാക്കൾ നമ്മുടെ കേരളത്തിലില്ലേ? യുവജന സംഘടനകൾ സമരങ്ങൾ ചെയ്തിട്ടില്ലേ? നഴ്സുമാര് സമരം ചെയ്യുന്നില്ലേ? അപ്പോ ഓരോ നാട്ടിലും സമരം നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സമരം മുഖ്യമന്ത്രി രാജിവെച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ വീട്ടിന്റെ മുന്നിലാണ് സമരമെങ്കിൽ അതൊരു ഗുരുതരമായ പ്രശ്നമാണ്, ക്രമസമാധാന പ്രശ്നമാണ്. പ്രധാനമന്ത്രിയുടെ വീട്ടിന്റെ നടയിൽ പോയിരുന്ന് സമരം ചെയ്യാന്ന് പറഞ്ഞാൽ ക്രമസമാധാന പ്രശ്നമുണ്ട്. കാരണം വളരെ ഉയർന്ന സുരക്ഷയുള്ള ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് പലപ്പോഴായി പല ഭീഷണികളും അദ്ദേഹത്തിന് നേരെയുണ്ട്. സോ അവിടെ ഇനിയിപ്പോൾ പോയിരിക്കുന്ന പ്രതിപക്ഷ നേതാവാണെങ്കിലും വേറെ ആരാണെങ്കിലും നിയമം അനുസരിക്കാതെയാണ് പോയിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് നീക്കം ചെയ്യാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിതരാകും. അതാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടത്. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും കൊണ്ട് ഒരു ഗവൺമെന്റിനെ ഇന്ത്യയിൽ താഴെ ഇറക്കാൻ പറ്റില്ല. ഈ നേപ്പാൾ ഉദാഹരണമായിട്ട് പല ചർച്ചകളിലും പലരും പറയുന്നത് കേട്ടു. നേപ്പാളിൽ എത്ര ജനങ്ങളുണ്ട് എന്ന് ഈ പറയുന്ന ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? മിണ്ടില്ല. കാരണം നേപ്പാളിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ അത്ര പോലും ഇല്ല. വെറും 3,10,00,000 പേര്, അഥവാ 3,10,11,00,000 പേരാണ് നേപ്പാളിലെ പോപ്പുലേഷൻ. ഏതാണ്ട് 3.5 കോടിയിലധികമുണ്ട് കേരളത്തിലെ പോപ്പുലേഷൻ. അപ്പൊ നേപ്പാൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ, ചെറിയ സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിന്റെ അത്രമാത്രം പോലും പോപ്പുലേഷൻ ഇല്ലാത്തൊരു രാജ്യമാണ്. അവിടെ അട്ടിമറി എളുപ്പത്തിൽ നടന്നേക്കാം. അപ്പോ പലരും പറയും ബംഗ്ലാദേശിൽ നടന്നല്ലോ എന്ന്. ഈ കാര്യം കൂടെ കേൾക്കുമ്പോൾ ഇപ്പം മോദി രാജിവെച്ച് പോകും, അല്ലെങ്കിൽ ബംഗ്ലാദേശ് മോഡലിൽ അധികാരം പിടിക്കാമെന്ന് സ്വപ്നം കാണുന്നവർക്ക് കുറച്ച് സങ്കടം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബംഗ്ലാദേശ് എന്ന് പറയുന്നത് 17 കോടിയോളം ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. പക്ഷേ വളരെ ചെറിയ രാജ്യമാണ്. ജനസാന്ദ്രത വളരെ കൂടുതലാണ്. 2 കോഴികളെ വളർത്താൻ പറ്റുന്ന ഒരു കൂട്ടിനകത്ത് നമ്മൾ 10 കോഴികൾ കിടന്നാൽ എങ്ങനെ ഉണ്ടാവും? തിങ്ങി നിറഞ്ഞു കിടക്കും. അതുപോലത്തെ ഒരു അവസ്ഥയാണ്. 2 കോഴികൾക്ക് ഓടിച്ചാടി നടക്കാൻ പറ്റുന്ന ഒരു പ്രദേശത്ത് 10ഓളം കോഴികൾ ഒന്നിച്ച് കിടക്കുമ്പോൾ കാണുന്ന ഒരു ഭയങ്കര തിക്കും തിരക്കുമില്ലേ? അത് തന്നെയാണ് ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ള പ്രശ്നം. സ്ഥലം വളരെ കുറവാണ്, പോപ്പുലേഷൻ വളരെ കൂടുതലാണ്, ഒന്നാമത്. അപ്പൊ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നഗരത്തിൽ കേന്ദ്രീകരിച്ച ഒരു ഭരണ സംവിധാനമാണ് അവിടെ ഉള്ളത്. ബംഗ്ലാദേശിലെ ഭൂരിഭാഗം സാമ്പത്തിക ഭരണ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും തലസ്ഥാനമായ ധാക്ക കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ഇന്ത്യയെ പോലെ വളരെ വലിയ വികേന്ദ്രീകൃതമായിട്ടുള്ള ഫെഡറൽ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിലില്ല. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും ജനങ്ങളും ധാക്ക നഗരത്തിലേക്ക് ഇരച്ചെത്തുകയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ഗണഭവൻ അടക്കമുള്ള കേന്ദ്രങ്ങൾ വളയുകയും ചെയ്തതോടെ രാജ്യത്തിന്റെ ഭരണം പൂർണ്ണമായി നിശ്ചലമായി. എന്നാൽ ഇന്ത്യക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇന്ത്യയുടെ ജനാധിപത്യ സിസ്റ്റം, നമ്മുടെ സൈന്യം, ഇതൊക്കെ നമുക്ക് ഇതിലോട്ടൊക്കെ ഞാൻ വരാം. അതിലൊക്കെ ഉപരിയായിട്ട് ഇന്ത്യയുടെ വലുപ്പവും ഭൂമിശാസ്ത്രപരമായ വ്യാപ്തിയും ഏതെങ്കിലും ഒരു അട്ടിമറിയിലൂടെ രാജ്യത്തെ കൈപ്പിടിയിൽ ഒതുക്കാം എന്ന സ്വപ്നങ്ങൾക്ക് എന്നും ഒരു തിരിച്ചടിയാണ്. അത് നാച്ചുറലി ഉള്ളൊരു പ്രശ്നമാണ്. ഇന്ത്യ അങ്ങനത്തെ ഒരു രാജ്യമാണ്, അത്രയും വലിയൊരു രാജ്യമാണ്, അത്രയും വലിയ പോപ്പുലേഷൻ ഉണ്ട്, ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് ഈ രാജ്യത്തെ മൊത്തത്തിൽ അട്ടിമറിച്ചേക്കാം എന്നുള്ളത് അസാധ്യമായി മാറുന്നത് അവിടെയാണ്. ചെറിയ രാജ്യങ്ങളിൽ ഒരു നിശ്ചിത നഗരത്തിലോ തലസ്ഥാനത്തോ ഒത്തുകൂടുന്ന വൻ ജനക്കൂട്ടത്തിന് രാജ്യത്തിന്റെ ആകെയുള്ള ഭരണത്തെ സ്തംഭിപ്പിക്കാൻ കഴിയും. എന്നാൽ ഇന്ത്യ പോലെ ഭീമമായ ജനസംഖ്യയും ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളുമുള്ള ഒരു രാജ്യത്ത് മുഴുവൻ മേഖലകളെയും ഒരേപോലെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരൊറ്റ അട്ടിമറി അപ്രായോഗികമാണ്. ഏതെങ്കിലും ഒരു സർക്കാരിനോട് എതിർപ്പുണ്ടായാൽ അത് ജനാധിപത്യപരമായി മാറ്റാൻ സാധിക്കുന്ന ഉറച്ച ഭരണഘടനാ അടിത്തറയും സൈന്യത്തിന്റെ രാഷ്ട്രീയ നിഷ്പക്ഷതയുമാണ് ഇന്ത്യയെ അയൽ രാജ്യങ്ങളിലെ സമാനമായ സാഹചര്യങ്ങളിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നത്.
വികേന്ദ്രീകൃതമായ ഭരണ സംവിധാനം കാരണം രാജ്യവ്യാപകമായ ഒരൊറ്റ കേന്ദ്രത്തിൽ കേന്ദ്രീകരിച്ച് തലസ്ഥാനം നിശ്ചലമാക്കുന്ന രീതിയിലുള്ള ജനകീയ മുന്നേറ്റം ഇന്ത്യയിൽ സാധ്യമല്ല. മാത്രമല്ല, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, മ്യാൻമാർ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ പലപ്പോഴും ഭരണമാറ്റങ്ങളിലോ പ്രക്ഷോഭങ്ങളിലോ നിർണായക പങ്ക് വഹിക്കുന്നത് അവിടുത്തെ സൈന്യമാണ്. എന്നാൽ ഇന്ത്യയിലെ സൈന്യം ഡിഫറൻ്റ് ആണ്. അവർ ഈ രാജ്യത്തിന്റെ കാവൽക്കാരാണ്, ഈ രാജ്യത്തിന്റെ ഗാർഡിയൻസ് ആണ്. സൈന്യം പൂർണ്ണമായും സിവിൽ ഭരണകൂടത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ സായുധ സേന കൃത്യമായ രാഷ്ട്രീയ നിഷ്പക്ഷത പുലർത്തുന്നവരാണ്. ഭരണകൂടത്തിനെതിരെ നിലയുറപ്പിക്കാനോ രാഷ്ട്രീയത്തിൽ ഇടപെടാനോ ഉള്ള പ്രവണത ഇന്ത്യൻ സൈന്യത്തിനില്ല. അവർ ഈ മണ്ണിന്റെ ഗാർഡിയൻസ് ആണെന്നേ. അവർക്കറിയാം നടക്കുന്ന കാര്യങ്ങളിലെ ശരിയും തെറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കയ്യിലെടുത്തുകൊണ്ട് രാജ്യത്ത് ബംഗ്ലാദേശ് മോഡൽ അട്ടിമറി ഉണ്ടാക്കാം എന്നതും ഇന്ത്യയിൽ വ്യാമോഹം മാത്രമാണ്. ഈ രാജ്യത്തിന്റെ അസാധ്യമായ വലിപ്പവും അസാധ്യമായ ജനസംഖ്യയും തന്നെയാണ് അങ്ങനെ ഒരു കീഴടക്കൽ ഇന്ത്യയിൽ സാധ്യമല്ലാതാക്കുന്നത്. അതേസമയം തന്നെ അത് കാരണം, ഈ ജനസംഖ്യ കാരണം തന്നെ ഒരു തുക്കട പാർട്ടി വിചാരിച്ചാലും ഡൽഹി പോലെ നമ്മുടെ തലസ്ഥാനത്ത് കുറച്ച് ആളെ വിളിച്ചു ചേർക്കാനുണ്ട്. അതിനുള്ളൊരു സാഹചര്യം ഈ രാജ്യത്തുണ്ട്, അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ജനസംഖ്യ ഒരേ സമയത്ത് നമ്മുടെ രാജ്യത്തെ അട്ടിമറികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ഇങ്ങനെയുള്ള കലാപ ശ്രമങ്ങൾക്ക് ഒരു പരിധിവരെ ആള് കൂടുന്നതിന് കാരണമാവുന്നുമുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഗുണവും ദോഷവുമുണ്ട്. പക്ഷെ ഒന്ന് ഉറപ്പിച്ചു പറയാം, നരേന്ദ്രമോദിയെ ഷേഖ് ഹസീനയെ താഴെ ഇറക്കിയതുപോലെ മോദിയെ താഴെ ഇറക്കി അങ്ങ് നമ്മുടെ ഡൽഹി പിടിച്ചെടുത്തുകൊണ്ട് അധികാരം സ്ഥാപിക്കാമെന്നൊക്കെ ആരെങ്കിലും അറിയാതെയെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതൊന്നും സാധിക്കില്ല. അതിപ്പം മോദി എന്നല്ല, നാളെ വേറൊരു പ്രധാനമന്ത്രി, കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ഇരുന്നാലും അതൊന്നും സാധിക്കില്ല എന്ന വസ്തുത എല്ലാവരും ഒന്ന് അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ ഒരു പാഴ് ശ്രമമാണ്. പക്ഷേ ഈ ഒരു സമയത്തോട് കൂടിയിട്ട് മിക്കവാറും എല്ലാവരും അത് മനസ്സിലാക്കാൻ സാധ്യത കാണുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.